400 വർഷത്തെ നിശബ്ദത. നിങ്ങളുടെ വേദപുസ്തകത്തിൽ പഴയ നിയമവും പുതിയ നിയമവും തമ്മിൽ പലരുടെയും വേദപുസ്തകത്തിൽ ഒരു പേജിന്റെ വ്യത്യാസം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഈ ഒരു പേജിൽ മൊത്തം 400 വർഷത്തിന്റെ ചരിത്രമുണ്ട്. നിങ്ങളുടെ വേദപുസ്തകത്തിലെ പഴയ നിയമത്തിലെ അവസാന പുസ്തകമായ മലാക്കി ഒന്ന് തുറന്നു നോക്കൂ. ഇതാണ് അടുത്ത 400 വർഷത്തേക്ക് ദൈവം തൻ്റെ ജനത്തോട് സംസാരിച്ച അവസാനത്തെ രേഖപ്പെട്ട വാക്കുകൾ. ഈ അവസാനത്തെ വാക്കുകൾ എഴുതിയിരിക്കുന്നത് ഒരു ഒരു ആശീർവാദത്തിലല്ല, അതൊരു ബ്ലെസ്സിങ് അല്ല, അത് ദൈവത്തിൻ്റെ ജനത്തിൻ്റെ ഒരു വിജയത്തിലുമല്ല തീർന്നിരിക്കുന്നത്. അത് പക്ഷേ ദൈവം ഒരു ഉറപ്പിലാണ് നൽകുന്നത്. ദൈവം ഒരു പ്രവചനത്തിലാണ് ഈ അവസാനത്തെ മലാഖിയുടെ 2 വാക്യങ്ങൾ തീരുന്നത്. ആ വാക്യങ്ങൾ ഇങ്ങനെയാണ് പറയുന്നത്. നമുക്കത് വായിക്കാം. മലാഖിയുടെ പുസ്തകം 4-ാമത്തെ അധ്യായം 5ഉം 6ഉം വാക്യങ്ങൾ. യഹോവയുടെ വലുതും ഭയങ്കരവുമായ നാൾ വരുന്നതിന് മുൻപേ ഞാൻ നിങ്ങൾക്ക് ഏലിയ പ്രവാചകനെ അയക്കും. ഞാൻ വന്ന് ഭൂമിയെ സംഹാര ശബ്ദം കൊണ്ട് ദണ്ഡിപ്പിക്കാതിരിക്കേണ്ടതിന് അവൻ അപ്പന്മാരുടെ ഹൃദയം മക്കളോടും മക്കളുടെ ഹൃദയം അപ്പന്മാരോടും നിരപ്പിക്കും. ഏലിയ പ്രവാചകൻ സ്വർഗത്തിൽ നിന്ന് തീ വിളിച്ചിറക്കിയ പ്രവാചകൻ, ഒരു അഗ്നിരഥത്തിൽ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ട പ്രവാചകൻ. യഹോവയുടെ വലിയ ദിവസം വരുന്നതിന് മുൻപേ വഴിയൊരുക്കുവാൻ വേണ്ടി ദൈവം ഒരു ഏലിയാവിനെ വാഗ്ദത്തം ചെയ്തിരിക്കുന്നു. ഈ ഏലിയ പ്രവചനം അല്ലെങ്കിൽ പഴയ നിയമത്തിലെ അവസാനത്തെ പ്രവചനം എന്ന് പറഞ്ഞുകൊണ്ട് ഈ ചാനലിൽ ഒരു ബൈബിൾ പഠന പരമ്പരയുണ്ട്. അത് മൊത്തം 3 വീഡിയോ ആണ്. അത് നിങ്ങൾക്ക് കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ, ഈ പ്രവചനം എന്താണ് പറയുന്നതെന്ന് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ, അതൊരു ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു പ്രവചനമാണ്. അത് നിങ്ങൾ കണ്ടാൽ നിങ്ങൾക്ക് അത് ഗുണം ചെയ്യും. അതിൻ്റെ ലിങ്ക് ഞാനിവിടെ താഴെ കൊടുക്കാം. ഇന്ന് നമ്മൾ ഒരു വ്യത്യസ്ത ചോദ്യം ചോദിക്കുകയാണ്. ഈ ഒരു വാഗ്ദത്തം നൽകിയതിന് ശേഷം, ഈ ഒരു പ്രവചനം നൽകിയതിന് ശേഷം പിന്നെ എന്ത് സംഭവിച്ചു? കാരണം മലാഖി ഇത് എഴുതിയതിന് ശേഷം, പേന താഴെ വെച്ചതിന് ശേഷം ഒന്നുമില്ല. ഒരു പ്രവാചകനില്ല, ഒരു ദർശനമില്ല, സ്വർഗത്തിൽ നിന്നൊരു പുതിയ വാക്കില്ല. 400 വർഷത്തേക്ക് നിശബ്ദത. സീനായി പർവ്വതത്തിൽ നിന്ന് മുഴങ്ങിയ വാക്കുകൾ യിശയ്യാവിനോടും യെരമ്യാവിനോടും ഡാനിയലോടും പഴയ നിയമത്തിലെ എല്ലാ പ്രവാചകന്മാരിലൂടെ സംസാരിച്ച ആ വാക്കുകൾ ഇപ്പം നിശബ്ദമായിരിക്കുകയാണ്. പക്ഷേ ഈ സീരീസ് മുഴുവൻ ബിൽഡ് ചെയ്തിരിക്കുന്ന ഒരു സത്യത്തിലാണ്. ആ സത്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദൈവത്തിൻ്റെ നിശബ്ദത ദൈവത്തിൻ്റെ അസാന്നിധ്യമല്ല എന്നുള്ളതാണ്. ആ 400 വർഷങ്ങളിലും ദൈവം വേല ചെയ്യുകയായിരുന്നു. ദൈവം വഴിയൊരുക്കുകയായിരുന്നു. ദൈവം രാജ്യങ്ങളെ ഉയർത്തുകയും താഴ്ത്തുകയും ചെയ്യുമായിരുന്നു. ദൈവം രാജാക്കന്മാരെ കൊണ്ടുവെക്കുകയും മാറ്റുകയും ചെയ്യുകയായിരുന്നു. പുതിയ നിയമത്തിന് വേണ്ടിയിട്ട് ഒരു പ്ലാറ്റ്ഫോം, ഒരു വഴി റെഡിയാക്കി വെക്കുകയായിരുന്നു യേശു ഭൂമിയിലേക്ക് വരുവാൻ വേണ്ടിയിട്ട്. ഇത് നമുക്ക് ഇനി തുറന്ന് അൺകവർ ചെയ്ത് കാണാവുന്നതാണ്. ഈ 400 വർഷത്തെ നിശബ്ദത തുടങ്ങുമ്പോൾ യഹൂദജനം ബാബിലോണിലെ എക്സൈൽ കഴിഞ്ഞ് നാട്ടിലേക്ക് മടങ്ങിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അവർ ദേവാലയം പുതുക്കി പണിതു. ശലോമോൻ്റെ അത്ര പ്രൗഢിയിലല്ല, പക്ഷെ അവരത് റെനോവേറ്റ് ചെയ്തു. നെഹമായ മതിലുകൾ പണിയുകയുണ്ടായി. പുറമേ നിന്ന് കണ്ടു കഴിഞ്ഞാൽ ഒരു റെസ്റ്റോറേഷൻ പോലെ ദേവാലയത്തിൻ്റെ പണി അവർ പൂർത്തിയാക്കി. പക്ഷെ അവർക്കൊരു രാജാവില്ലായിരുന്നു. യഹൂദ നാട് വലിയ പേർഷ്യൻ സാമ്രാജ്യത്തിൻ്റെ ഉള്ളിലുള്ള ഒരു ചെറിയൊരു ഭാഗം മാത്രമായിരുന്നു. രാജാവില്ലാത്തത് കൊണ്ട് തന്നെ അവർ നേതൃത്വത്തിന് വേണ്ടി മഹാപുരോഹിതനെയാണ് ആശ്രയിച്ചിരുന്നത്. പതുക്കെ ആ മഹാപുരോഹിതൻ ഇടേണ്ട സ്ഥാനം മാറ്റിവെച്ച് അവർ പൊളിറ്റീഷ്യൻ്റെ ഒരു റോള് ഏറ്റെടുക്കേണ്ടി വന്നു. കാരണം ഈ ഒരു വലിയ സാമ്രാജ്യത്തിൻ്റെ ഒരു മന്ത്രിയുടെ ജോലി കൂടെ ഏറ്റെടുക്കേണ്ടി വന്നു. ആൾക്കാരുടെ വിഷമങ്ങൾ ഈ വലിയ സാമ്രാജ്യത്തിൽ അറിയിക്കണം, സാമ്രാജ്യത്തിലെ നിയമങ്ങൾ ആൾക്കാരെ അറിയിക്കണം. ഈ ഒരു പദവിയായിട്ട് മഹാപുരോഹിതൻ്റെ റോള് മാറി. ഇത് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കണം. കാരണം ഈ ഒരു 400 വർഷത്തിൽ ഈ മഹാപുരോഹിതൻ്റെ പദവി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇതിനു വേണ്ടിയിട്ടാണ് ഇനി കൂടുതൽ പിടിവലികൾ സംഭവിക്കാൻ പോകുന്നത്. നമുക്കത് കൂടുതലായിട്ട് കാണാം ഇനി അങ്ങോട്ടേക്ക് പോകുമ്പോഴേക്കും. ഇവിടെ വേറൊരു കാര്യവും ജനിക്കുകയുണ്ടായി. ഈ ഒരു സമയത്ത് ദേവാലയം പലർക്കും ദൂരെ ആയതുകൊണ്ട് ജനം ലോക്കലായിട്ട് കൂടി വരാൻ തുടങ്ങി. അവർക്ക് വേദപുസ്തകം പഠിക്കുവാൻ വേണ്ടിയിട്ടും പ്രാർത്ഥിക്കുവാൻ വേണ്ടിയിട്ടും കൽപ്പനകൾ മനഃപ്പാഠം പഠിക്കുവാനും അവരുടെ മക്കളെ പഠിപ്പിക്കുവാനും വേണ്ടിയിട്ട് അവർ ചെറിയ കൂടിവരവ് സ്ഥലങ്ങൾ ഉണ്ടാകാൻ തുടങ്ങി. അതിനെയാണ് പിന്നെ സിനഗോഗുകൾ എന്ന് വിളിക്കുന്നത്.
പുതിയ നിയമത്തിൽ അതിനെപ്പറ്റി പറയുന്നുണ്ട്, പക്ഷേ പഴയ നിയമത്തിൽ അതിനെപ്പറ്റി പറയുന്നില്ല. ആരാധന ദേവാലയത്തിലെ യാഗത്തിൽ നിന്ന് മാത്രം ഒതുങ്ങിക്കൂടുന്ന ഒരു കാര്യമായി മാറിയിട്ടില്ല. അതിനുശേഷം അത് പിന്നെ എല്ലായിടത്തും ദൈവവചനം പഠിക്കുന്നതിലേക്ക് മാറാൻ തുടങ്ങി. ഇത് ഓർത്ത് വെക്കണം, കാരണം അന്നുള്ളവർക്ക് ഇതിൻ്റെ പ്രാധാന്യം അറിയത്തില്ലായിരുന്നു. പക്ഷെ പലയിടത്തും ഇങ്ങനെ സിനഗോഗുകൾ ആരംഭിച്ച് ദൈവവചനം പഠിക്കുവാൻ തുടങ്ങി. പിന്നെ പടിഞ്ഞാറ് നിന്ന് ഒരു 20 വയസ്സ് മാത്രമുള്ള ഒരു യങ് മാസിഡോണിയൻ രാജാവ് വന്നു. ഏഷ്യയിലേക്ക് അയാൾ കടന്നു കയറുകയാണ്. അസാധ്യമായത് ചെയ്തു. വളരെ കുറഞ്ഞ സമയം കൊണ്ട് അയാൾ പേർഷ്യ സാമ്രാജ്യത്തിനെ നശിപ്പിക്കുകയും അയാൾ ഈജിപ്തിനെയും നശിപ്പിക്കുകയും സിറിയ, ബാബിലോൺ, അയാളുടെ ആ ഒരു ജയം ഇന്ത്യയുടെ നോർത്തേൺ ഭാഗങ്ങളിൽ വരെ എത്തുകയുണ്ടായി. അയാളുടെ പേരായിരുന്നു അലക്സാണ്ടർ ദ ഗ്രേറ്റ്, അല്ലെങ്കിൽ അലക്സാണ്ടർ ചക്രവർത്തി എന്ന് നമ്മൾ പറയും. പക്ഷെ അലക്സാണ്ടറിന് ഒരു സാധാരണ രാജാവ് മാത്രമായിരുന്നില്ല, അദ്ദേഹത്തിന് കീഴടക്കുന്നത് മാത്രമായിരുന്നില്ല ഉദ്ദേശം. ഗ്രീക്ക് സമ്പ്രദായം അല്ലെങ്കിൽ ഗ്രീക്ക് കൾച്ചർ എല്ലാവരും അനുസരിക്കണം, അല്ലെങ്കിൽ എല്ലാവരും അതിലേക്ക് ചേരണം എന്നുള്ളതായിരുന്നു പുള്ളിയുടെ ഒരു ആഗ്രഹം. ഗ്രീക്ക് ഭാഷ, ഗ്രീക്ക് ചിന്ത, ഗ്രീക്ക് ജീവിതം. ചരിത്രകാരന്മാർ ഇതിനെ ഹെലനിസം എന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത്. ഗ്രീക്സിന്റെ സ്വന്തം വാക്കായ ഹേലാസ് എന്നിൽ നിന്നാണ് അത് എടുത്തിരിക്കുന്നത്. അർത്ഥം ഗ്രീക്ക് ആക്കുക എന്ന് തന്നെയാണ്. ആദ്യം ഇത് ശക്തി കൊണ്ടല്ല സ്പ്രെഡ് ചെയ്തത്, ഒരിക്കലും ഇത് ഭീഷണിപ്പെടുത്തിയിട്ടല്ല ചെയ്തുകൊണ്ടിരുന്നത്, ഒരു കോൺക്വർ ചെയ്യുന്നതിൽ മാത്രമായിരുന്നില്ല. പക്ഷെ ഇത് പതുക്കെ സ്വാഭാവികമായിട്ട് എവിടെയെല്ലാം അയാൾ കീഴടക്കിയോ അയാൾ ഗ്രീക്ക് ആണ് പിന്നെ അവിടുത്തെ ട്രേഡിൻ്റെ ഭാഷയാവുന്നത്, അവിടുത്തെ പഠനത്തിൻ്റെ ഭാഷയാവുന്നത്, മുന്നേറ്റത്തിൻ്റെ ഭാഷയായി മാറുന്നത്. അങ്ങനെ യവന കൾച്ചർ അയാൾ ഭൂമിയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചു. പതുക്കെ യഹൂദ ജനവും യഹൂദയുടെ ജൂയിഷ് വേൾഡും അത് ഏറ്റെടുക്കാൻ തുടങ്ങി. അലക്സാണ്ടർ ചക്രവർത്തി യെരുസലേമിൽ വന്നപ്പോൾ എന്ത് സംഭവിച്ചു എന്നതിനെക്കുറിച്ച് ഒരു ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സ്റ്റോറി ഉണ്ട്. നമ്മുടെ സോഴ്സ് ജോസീഫസ് ആണ്, 1-ാം നൂറ്റാണ്ടിലെ ഒരു ജൂയിഷ് ചരിത്രകാരനാണ്. ഈ കാലഘട്ടത്ത് നമ്മുടെ വേദപുസ്തകത്തിലെ റെക്കോർഡ്സിന് ഉപരിയായിട്ട് അതിനുശേഷം കാണുന്ന ഒരു ഹിസ്റ്റോറിക്കൽ വാലിഡേറ്റഡ് ഡോക്യുമെൻ്റ് ജോസീഫസിൻ്റെയാണ്. അദ്ദേഹം ഇത് പറയുന്നത് ഇങ്ങനെയാണ്: ഹൈ പ്രീസ്റ്റ് ജദുവ, അന്നത്തെ ഹൈ പ്രീസ്റ്റ്, അന്നത്തെ മഹാപുരോഹിതൻ, അദ്ദേഹത്തിൻ്റെ മഹാപുരോഹിത വസ്ത്രം ധരിച്ച് അയാൾ അലക്സാണ്ടർ ചക്രവർത്തിനെ കാണാൻ പോവുകയാണ്, പുറത്തിറങ്ങി ചെല്ലുകയാണ്. അപ്പോഴേക്കും ഈ നഗരം സമീപിക്കുന്ന അലക്സാണ്ടർ ചക്രവർത്തി വന്ന് ഈ മഹാപുരോഹിതന് മുൻപിൽ കുമ്പിട്ട് നിൽക്കുകയാണ്. ഈ മഹാപുരോഹിതനെ അലക്സാണ്ടർ ചക്രവർത്തി തൻ്റെ സ്വപ്നത്തിൽ ഇതിനു മുമ്പ് കണ്ടിരുന്നു എന്ന് അയാളുടെ ജനറൽസിനോട് പറയുകയും സൈനികരോട് പറയുകയും ചെയ്യുകയുണ്ടായി. പിന്നെ ഈ മഹാപുരോഹിതൻ പഴയ നിയമത്തിലെ ഡാനിയലിൻ്റെ പുസ്തകം തുറക്കുന്നു കാണിക്കുകയുണ്ടായി അലക്സാണ്ടർ ചക്രവർത്തിക്ക്. പേർഷ്യയെ തകർക്കുന്ന ഒരു യവന രാജാവിനെ കുറിച്ച് അവിടെ പറയുന്നുണ്ട് എന്ന് സംസാരിക്കുന്നുണ്ട്. അതിനെപ്പറ്റി നമുക്ക് പിന്നൊരു പ്രവചനത്തിൻ്റെ വീഡിയോ ചെയ്യാം. അലക്സാണ്ടർ അത് തന്നെക്കുറിച്ചാണ് എന്ന് വിശ്വസിക്കുന്നു, എന്നിട്ട് അവിടെ നിന്ന് പോകുകയാണ്. ഈ ഒരു കഥ നോൺ ജൂയിഷ് ആയിട്ടുള്ള ഹിസ്റ്റോറിയൻസ് അത്രയ്ക്ക് അങ്ങ് വിശ്വസിക്കുന്നില്ല. പക്ഷേ ജോസീഫസ് ഇത് ഭയങ്കര ഒരു വാലിഡ് ആയിട്ടുള്ള ഒരു സ്റ്റോറി ആയിട്ടാണ് എഴുതിയിരിക്കുന്നത്. അയാളത് വിശ്വസിക്കുകയും ചെയ്യുന്നുണ്ട്. കാരണം ഒരു യവന രാജാവ് യഹൂദിയയിൽ വന്ന് ഇങ്ങനെ ഒരു സ്വപ്നം കണ്ടതും അയാൾ യഹൂദിയയിലെ ദൈവത്തിൻ്റെ ആ ഒരു പ്രവർത്തനം ഡാനിയലിലൂടെ മനസ്സിലാക്കുകയും അയാൾ അതിൽ വിശ്വസിക്കുകയും ചെയ്തു. അയാൾ യഹൂദനായെന്നോ അല്ലെങ്കിൽ ദൈവത്തിൽ വിശ്വസിക്കുന്നു എന്നല്ല അവിടെ പറയുന്നത്, അയാൾ ദൈവത്തിൻ്റെ പ്രവർത്തനം അവിടെ കണ്ടു. അതുകൊണ്ട് തന്നെ അവിടെ എന്ത് സംഭവിച്ചാലും അന്ന് അലക്സാണ്ടർ യഹൂദരെ അവരുടെ വിശ്വാസത്തിലും അവരവരുടെ നിയമങ്ങളെയും പിന്തുടരാൻ അനുവദിച്ചു. പിന്നെ നമുക്കറിയാം 323 BC വെറും 32 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ അലക്സാണ്ടറിന്. ഈ 12-13 വർഷം കൊണ്ടാണ് അദ്ദേഹം ഈ രാജ്യങ്ങളെല്ലാം കീഴടക്കി ബാബിലോൺ വരെ, ഇന്ത്യ വരെ എത്തി. അതിനുശേഷം പോകേണ്ടതായിരുന്നു, പക്ഷേ എല്ലാ സൈനികരും തളർന്നതുകൊണ്ട് അവരൊരു ചെറിയൊരു സ്റ്റെപ്പ് ബാക്ക് എടുത്ത് ബാബിലോണിൽ വിശ്രമിക്കാൻ പോയ സമയത്ത് അദ്ദേഹം മരിച്ചു എന്ന് പറയുന്നു. അദ്ദേഹത്തിന് ഒരു അനന്തരാവകാശം ഇല്ലാത്തതുകൊണ്ട് അതിനുശേഷം കുറച്ച് സമയത്തെ യുദ്ധങ്ങൾ ഉണ്ടായി. അയാളുടെ ജനറൽസ് തമ്മിൽ ഭയങ്കര യുദ്ധങ്ങളുണ്ടായി. അതിനുശേഷം 4 ജനറലുകൾ അദ്ദേഹത്തിൻ്റെ സാമ്രാജ്യം, ഗ്രീക്ക് സാമ്രാജ്യം 4ആയിട്ട് ഡിവൈഡ് ചെയ്യുകയുണ്ടായി. കസാൻഡർ എന്ന് പറഞ്ഞ ജനറൽ മാസഡോണിയ, ഗ്രീസ് ഏറ്റെടുക്കുകയും ലിസിമാക്കസ് എന്ന് പറഞ്ഞ ജനറൽ ത്രേസും ഏഷ്യ മൈനറിനെ കുറച്ച് ഭാഗങ്ങൾ എടുക്കുകയും, സെലൂക്കസ് ആണ് കൂടുതൽ ഭാഗങ്ങൾ എടുത്തത്. സിറിയ, മെസ്സപ്പൊട്ടേമിയ, പേർഷ്യ, ബാബിലോൺ എല്ലാം ഇതിൽ വരുന്നതാണ്. ടോളമി
എന്ന് പറഞ്ഞ ആ ഒരു ജനറൽ ഈജിപ്തും പാലസ്റ്റൈനും ജൂത എന്ന് പറഞ്ഞ ആ ഒരു മെഡിറ്ററേനിയൻ സീയുടെ ആ ഒരു സെക്ഷൻ എടുക്കുകയും ചെയ്തു. ഈ ഒരു 4 ജനറൽസിൻ്റെയും സംഘർഷത്തിൽ യഹൂദ നാട് ഈജിപ്തിൻ്റെയും സിറിയയുടെ ഇടയിൽ കുറേ കൈമാറിക്കൊണ്ടിരിക്കുകയുണ്ടായി ഇതിൻ്റെ ആദ്യ ഭാഗത്ത്. അത് ഭയങ്കരമായിട്ടൊരു പ്രശ്നമുണ്ടാക്കിയിട്ട് ആരും നോട്ടീസ് ചെയ്യാത്ത വലിയൊരു കാര്യം സംഭവിച്ചു. യഹൂദ നാട്ടിൽ നിന്ന് ഇഷ്ടംപോലെ പേര് ആ യഹൂദ രാജ്യം വിട്ട് ഈജിപ്തിലെ അലക്സാൻഡ്രിയ എന്ന് പറഞ്ഞൊരു ബ്രില്യൻ്റ് ആയിട്ടുള്ളൊരു നഗരത്തിലേക്ക് വന്ന് പാർക്കുവാൻ തുടങ്ങി. അവിടുത്തെ യഹൂദരുടെ നമ്പർ ആക്ച്വലി യഹൂദ രാജ്യത്തിനേക്കാളും ഒരു സമയത്ത് ഭയങ്കര കൂടുതലായിരുന്നു എന്നാണ് പറയുന്നത്. ഇങ്ങനെ ചിതറിപ്പോകുന്നതിന് ഒരു പേരുണ്ട്, ഡയാസ്പോറ, വിത്ത് വിതയ്ക്കൽ എന്നാണ് അതിന് അർത്ഥം വരുന്നത്. ഗ്രീക്ക് ഭാഷയിലാണ് ആ ഒരു വാക്കുള്ളത്. ഇത് ജൂസിൻ്റെ രണ്ടാമത്തെ ഏറ്റവും വലിയ ഡയസ്പോറ ആയിരുന്നു. ആദ്യത്തേത് ബാബിലോൺ വന്ന് പിടിച്ചുകൊണ്ട് പോയപ്പോഴേക്കും കുറേ പേര് മെസ്സപ്പൊട്ടേമിയയിൽ സെറ്റിലായി. ഇവിടെ അവരൊരു വലിയ കമ്മ്യൂണിറ്റിയായി വളർന്നു. പക്ഷേ തലമുറകൾ കഴിഞ്ഞപ്പോഴേക്കും യവന രാജ്യത്തിൻ്റെ നടുവിലായതുകൊണ്ട് തന്നെ അവർ അവരുടെ പഴയ ഭാഷകൾ മറക്കുകയും എബ്രായ ഭാഷ മറന്ന് എല്ലാവരും ഗ്രീക്ക് ഭാഷ ഉപയോഗിക്കാൻ തുടങ്ങി. അവർക്ക് പിന്നെ വേദപുസ്തകം പഠിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്കും എത്തി. അത് ചരിത്രം മാറ്റിയ ഒരു നീഡുണ്ടാക്കി. അതേസമയം ഈജിപ്തിൽ അപ്പം ഉണ്ടായിരുന്ന യവന രാജാവ് ടോളമി സെക്കൻഡാണ്, ആദ്യത്തെ ആൾ മരിച്ചുപോയി. ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ലൈബ്രറി അദ്ദേഹത്തിന് അലക്സാൻഡ്രിയയിൽ തന്നെ ഉണ്ടാക്കണമെന്നൊരു ആഗ്രഹമുണ്ടായിരുന്നു. അദ്ദേഹത്തിന് ലോകത്തിലുള്ള എല്ലാ പുസ്തകങ്ങളും ഈ ലൈബ്രറിയിൽ തന്നെ വേണം എന്നുണ്ടായിരുന്നു. അതിൽ അയാൾക്ക് ഏറ്റവും വലിയൊരു ആഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യഹൂദരുടെ വിശുദ്ധ പുസ്തകമായ ഈ പഴയ നിയമം അയാൾക്ക് ആ ഒരു ലൈബ്രറിയിൽ വെക്കണമെന്നുണ്ടായിരുന്നു. പക്ഷെ അത് എബ്രായൽ ഭാഷയിൽ വേണ്ട, അയാൾക്കത് ഗ്രീക്കിലേക്ക് മാറ്റണം. അതുകൊണ്ട് തന്നെ അയാൾ യെരുസലേമിൽ അപ്പം ഉണ്ടായിരുന്ന ഹൈപ്രീസ്റ്റായ ഏലിയാസറിന് ഒരു കത്തെഴുതുകയാണ്. ഈ ഒരു പഴയ നിയമം എബ്രായ പുസ്തകം ഗ്രീക്കിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് അയാൾക്ക് കുറച്ച് സ്കോളേഴ്സിനെ വേണം എന്ന് പറഞ്ഞ് ഈ ഏലിയാസർ അവിടെ നിന്ന് ഓരോ ട്രൈബിൽ നിന്നും 6 പേര് വെച്ചാന്ന് തോന്നുന്നു 72 പേരെ ഈജിപ്തിലേക്ക് അയക്കുകയും അവർ ഈജിപ്തിൽ നിന്ന് ഈ പഴയ നിയമം പൂർണ്ണമായിട്ട് മോശയുടെ ബുക്കിൽ ആരംഭിച്ച് എല്ലാ പുസ്തകങ്ങളും ട്രാൻസ്ലേറ്റ് ചെയ്ത് ഗ്രീക്ക് ട്രാൻസ്ലേഷനായ പഴയ നിയമത്തിൻ്റെ സെപ്റ്റ്യൂഗന്റ് വേർഷൻ ഉണ്ടാക്കുകയുണ്ടായി. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ന്യൂ ടെസ്റ്റ്മെൻറ്റിൽ. കാരണം ന്യൂ ടെസ്റ്റ്മെൻറ്റിൽ അല്ലെങ്കിൽ പുതിയ നിയമത്തിൽ മത്തായി കന്യക ഗർഭം ധരിക്കുകയും അല്ലെങ്കിൽ പൗലോസ് പല സമയത്ത് പഴയ നിയമത്തിലെ ഓരോരോ ഭാഗങ്ങൾ എടുത്ത് പറയുമ്പോൾ അവരുപയോഗിക്കുന്നത് മൊത്തം എബ്രായ ബൈബിളല്ല, അവരുപയോഗിക്കുന്നത് ഈ സെപ്റ്റ്യൂഗന്റ് വേർഷനാണ് അവർ കോട്ട് ചെയ്യുന്നത്. കാരണം അന്ന് അവർക്ക് ആർക്കും എബ്രായ ഭാഷ ഒരു നോർമൽ സംസാരിക്കുന്ന ഒരു ഭാഷയായിരുന്നില്ല. ചില സ്കോളേഴ്സിന് അറിയാം, പക്ഷെ എല്ലാവർക്കും അറിയത്തില്ലായിരുന്നു. എല്ലാവരും ഉപയോഗിച്ചിരുന്നത് യവന ഭാഷയിലുണ്ടായിരുന്ന ഈ സെപ്റ്റ്യൂഗന്റ് ബൈബിളാണ്. യേശുക്രിസ്തുവും ഉപയോഗിച്ചിരുന്നത് ഈ സെപ്റ്റ്യൂഗന്റ് വേദപുസ്തകം തന്നെയായിരുന്നു ആ സമയത്ത്, പുതിയ നിയമത്തെ കാലഘട്ടത്തിൽ. ഇത് ട്രാൻസ്ലേറ്റ് ചെയ്തത് 250 BC യേശുവിന് 2 നൂറ്റാണ്ട് മുൻപേ എബ്രായ ടെക്സ്റ്റുകൾ ഇതുപോലെ ഗ്രീക്കിലേക്ക് മാറ്റുകയുണ്ടായി. ഈ സമയത്ത് ഹെലനിസ്റ്റ് ജ്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെലനിസം അക്സെപ്റ്റ് ചെയ്ത കുറച്ച് ജ്യൂസും കൺസർവേറ്റീവ് ആയിട്ടിരുന്ന കുറച്ച് ജ്യൂസും ഉണ്ടായിരുന്നു. അവർ തമ്മിൽ ഒരു ചെറിയൊരു സ്പ്ലിറ്റ് ഉണ്ടായി. അത് ഹെലനിസ്റ്റ് ജ്യൂസ് എന്നും ഹസിദീം എന്ന് പറയുകയും ചെയ്യും. ഈ ഹസിദീംസ് എബ്രായർ മാത്രമേ വായിക്കത്തുള്ളൂ, അതാണ് ശരി, മറ്റേത് തെറ്റാണ്, അതൊന്നും നമ്മൾ എടുക്കേണ്ട ആവശ്യമില്ല, അതൊരു ചേഞ്ചാണ്, നമുക്കത് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. ആ 400 വർഷത്തെ നിശബ്ദത ലോകത്തിലെ എല്ലാ നേഷൻ വായിക്കുന്നതിനും കേൾക്കുന്നതിനും വേണ്ടി നിശബ്ദതയിൽ ആലോചിക്കുന്നു. 400 വർഷം നിശബ്ദത, ദൈവത്തിൻ്റെ വചനം പ്രവാചകനിലൂടെ വന്നില്ല. പക്ഷേ ദൈവത്തിൻ്റെ വേദപുസ്തകം അന്ന് ഈ അലക്സാണ്ടർ എല്ലാ സ്ഥലത്തും കീഴടക്കിയത് കൊണ്ട് അവർക്ക് എല്ലാവർക്കും ഇപ്പോൾ വേദപുസ്തകം വായിക്കാൻ സാധിക്കുന്നു. എബ്രായ ഭാഷ ഇപ്പോൾ ആരും ഉപയോഗിക്കുന്നില്ല. യവന ഭാഷയിലേക്ക് ഒരു യവന രാജാവ് തന്നെ ഈ പഴയ നിയമത്തിന് ട്രാൻസ്ലേറ്റ് ചെയ്ത് എല്ലാവരും കേൾക്കുന്ന അവസ്ഥയിലേക്ക് ആയി. ദൈവം വഴിയൊരുക്കുകയായിരുന്നു. അപ്പോഴത്തെ ഇസ്രായേലിന് അതൊന്നും അത്ര ഡീറ്റെയിൽ ആയിട്ട് കാണാൻ സാധിച്ചില്ല. പക്ഷെ നമുക്കിപ്പോൾ ചരിത്രം നോക്കുമ്പോൾ മനസ്സിലാവും, ഈ ഒരു കാര്യങ്ങളെല്ലാം സംഭവിച്ചത് ദൈവത്തിൻ്റെ വേദപുസ്തകം തന്നെ ആ ഒരു ഭാഗം മൊത്തം സ്പ്രെഡ് ആവാൻ വേണ്ടിയിട്ടായിരുന്നു. ടോളമീസിൻ്റെ കീഴിൽ അല്ലെങ്കിൽ ഈജിപ്തിൻ്റെ കീഴിൽ യഹൂദർ മൊത്തം ഒരു സമാധാനത്തോടെ ഏകദേശം 100 വർഷത്തോളം ഉണ്ടായിരുന്നു. പക്ഷേ ഏകദേശം യഹൂദ രാജ്യം, അലക്സാൻഡ്രിയ അല്ല യഹൂദ രാജ്യം, പക്ഷേ ഏകദേശം ഒരു 200 BC വടക്കൻ രാജാവ് അല്ലെങ്കിൽ സെലൂക്കസിലെ രാജാവായ അപ്പോഴത്തെ രാജാവ് ആന്റിയോക്കസ് ദ ഗ്രേറ്റ് എന്നാണ് വിളിക്കപ്പെടുന്നത്, യഹൂദരെ അല്ലെങ്കിൽ യഹൂദ രാജ്യം
ഈജിപ്തിൽ നിന്ന് പിടിച്ചെടുക്കുകയും അയാൾ അവിടെ നിന്നെല്ലാം മാറാൻ തുടങ്ങി. അയാൾ പിന്നെ അവിടെ ടാക്സ് ആരംഭിച്ചു. അയാൾ ആക്ച്വലി റോമൻ ചക്രവർത്തി പിന്നെ ഒരു റോമൻ രാജാവ് വന്ന് അയാളെ നശിപ്പിക്കുകയല്ല, അയാൾ തോൽപ്പിക്കുകയും അയാൾ വലിയൊരു കടക്കാരനാകുകയാണ് റോമൻ സാമ്രാജ്യത്തിന് വേണ്ടിയിട്ട്. അതിനു വേണ്ടിയിട്ട് അയാൾ ഒരുപാട് ടാക്സസ് ചെയ്യേണ്ടി വന്നു. നോട്ട് ഓൺലി ഈ യഹൂദ ജനത്തിന് മാത്രമല്ല, അയാളുടെ സെലൂക്കസ്, സിറിയ, മെസപ്പൊട്ടേമിയയിലെല്ലാം ഹെവി ടാക്സ് ചെയ്യേണ്ടി വന്നു, കാരണം ഈ റോമിന് കാശ് കൊടുക്കാൻ വേണ്ടിയിട്ട്. ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ മകൻ അതിനുശേഷം പിന്നെ രാജാവാകുകയാണ്. 175 BC-യിൽ ഏറ്റവും മോശമായ ഒരു സെലൂസിഡ് രാജാവായിരുന്നു. സെലൂക്കസിൻ്റെ ജനറലിൻ്റെ ആ രാജ്യത്തിൽ നിന്ന് വന്ന ഏറ്റവും മോശമായ ഒരു രാജാവായിരുന്നു. ആൻറ്റിയോക്കസ് തേർഡ് എന്ന് പറഞ്ഞ ദ ഗ്രേറ്റ് എന്ന് പറഞ്ഞ ആളുടെ മകനാണ് ആൻറ്റിയോക്കസ് ദ ഫോർത്ത് എപ്പിഫാനസ് എന്നാണ്. ആൻറ്റിയോക്കസ് എപ്പിഫാനസ്, അത് അയാൾ തന്നെ അയാൾക്കിട്ടൊരു പേരാണ്, തിയോസ് എപ്പിഫാനസ്, എന്ന് വെച്ചാൽ ദൈവത്തിൻ്റെ പ്രത്യക്ഷനായവൻ, ഗോഡ് മാനിഫെസ്റ്റ് എന്ന്. പക്ഷേ യഹൂദർ ഇയാളെ ഒരു ഭയങ്കര മോശമായിട്ടുള്ള ആളായിട്ടാണ് കണ്ടത്. മോശമായിട്ടുള്ള ആളായിരുന്നു അവരതിനെ വിളിച്ചുകൊണ്ടിരുന്നത് ഇയാൾ എപ്പിമാനസ് എന്ന് പറഞ്ഞുകൊണ്ടാണ്. അയാളൊരു ഭ്രാന്തനാണ്, ഒരു മാഡ് മാൻ ആണ് എന്നവർ കളിയാക്കാൻ തുടങ്ങി. ഈ രാജാവ് വന്ന് കുറച്ച് വർഷങ്ങളിൽ തന്നെ അച്ഛൻ്റെ കടങ്ങൾ ഇയാൾക്കുള്ളത് കൊണ്ട് തന്നെ ഇയാൾ വന്ന് ദേവാലയത്തിലുള്ള എല്ലാ സ്വർണത്തിൻ്റെ ആർട്ടിക്കിൾസ്, എല്ലാ 7 തണ്ടുള്ള നിലവിളക്കും എല്ലാ സ്വർണത്തിൻ്റെ പാത്രങ്ങളെല്ലാം എടുത്തുകൊണ്ട് പോവുകയുണ്ടായി കടം തീർക്കുവാൻ വേണ്ടിയിട്ട്. അതൊരു മോശപ്പെട്ട സമയമായിരുന്നു യഹൂദ ജനത്തിന് ഇസ്രായേൽ ദേശത്ത്. ടാക്സസ് ഹൈ ആക്കി ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം എടുത്തുകൊണ്ട് പോയി. ഇനി ഞാൻ നേരത്തെ പറഞ്ഞിരുന്ന ആ മഹാപുരോഹിതൻ്റെ പദവി, അന്നത്തെ അവിടുത്തെ മഹാപുരോഹിതൻ ഒനയാസ് എന്ന് പറഞ്ഞൊരു വ്യക്തിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ സഹോദരൻ ജെയ്സൺ എന്ന് പറഞ്ഞൊരു വ്യക്തി ആൻറ്റിയോക്കസ് എപ്പിഫാനസിൻ്റെ അടുത്ത് പോവുകയും ആൻറ്റിയോക്കസ് ദ ഫോർത്തിൻ്റെ അടുത്ത് പോവുകയും അദ്ദേഹത്തിനോട് പറയുകയും ചെയ്തു, ഞാൻ നിങ്ങൾക്ക് കാശ് തരാം, ഐ വിൽ അയാൾ ആൻറ്റിയോക്കസ് എപ്പിഫാനസിനെ ബ്രൈബ് ചെയ്യുന്നുണ്ട്, കാശ് കൊടുത്ത് എനിക്ക് മഹാപുരോഹിത പട്ടം വേണം. ഞാൻ പറഞ്ഞല്ലോ, ഈ ഒരു സമയമായപ്പോഴേക്കും മഹാപുരോഹിത ഓൾമോസ്റ്റ് ഒരു പൊളിറ്റിക്കൽ ലീഡർ പോലെയും ആയിക്കഴിഞ്ഞു. അയാളൊരു ആട്ടിടയൻ കൂടെ ആണെങ്കിൽ പോലും പക്ഷേ ആ ഒരു റോളും കൂടെ ചെയ്യേണ്ടി വരുന്നു. അങ്ങനെ വരുമ്പോഴേക്കും ജെയ്സൺ എന്ന് പറഞ്ഞ ഒനയാസിൻ്റെ ബ്രദർ ആൻറ്റിയോക്കസ് എപ്പിഫാനസിന് കാശ് കൊടുക്കുകയും എന്നെ ഹൈ പ്രീസ്റ്റ് ആക്കുകയും ചെയ്യണം എന്ന് ആഗ്രഹം പറയുകയും, അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അയാൾ ജെറുസലേമിനെ മൊത്തം ഒരു ഗ്രീക്ക് ആക്കി മാറ്റിയെടുക്കാം എന്നുള്ള രീതിയിൽ വാഗ്ദാനം ചെയ്യുകയും ചെയ്തു. അയാൾ വന്നതിന് ശേഷം ദേവാലയത്തിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു ജിംനേഷ്യം പണിയുകയുണ്ടായി. അവിടെ എല്ലാവരും യവന സ്റ്റൈലിലായിരുന്നു, ഗ്രീക്ക് സ്റ്റൈലിലായിരുന്നു അവർ ആ ജിംനേഷ്യത്തിൽ പോയിക്കൊണ്ടിരുന്നത്. ജിംനേഷ്യം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ കാണുന്ന ജിംനേഷ്യമില്ല, കുറച്ചും കൂടെ വ്യത്യസ്തമാണ്. അവിടെ എല്ലാവരും നഗ്നരായിട്ടാണ് എല്ലാവരും കമ്പീറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അതിനെപ്പറ്റി ഞാൻ ഒരു വീഡിയോ പിന്നെ ചെയ്യുന്നുണ്ട്, അതിൻ്റെ വീഡിയോ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. പിന്നീട് ഈ ജെയ്സൺ വന്ന് ഇങ്ങനെ എല്ലാം ചെയ്തതിന് ശേഷം വേറൊരു വ്യക്തി മെനലാവസ് എന്ന് പറഞ്ഞൊരു വ്യക്തി, ഇവരെല്ലാവരും യഹൂദരാണ്, പക്ഷേ ഇവരെല്ലാം ഹെലനിസ്റ്റ് യഹൂദരാണ്. അതുകൊണ്ടാണ് ഇവർ ഈ ഗ്രീക്ക് പേരുകൾ അവർ അക്സെപ്റ്റ് ചെയ്തത്. ജെയ്സൺ, മെനലസ് ഒന്നും യഹൂദ പേരുകളല്ല, അതെല്ലാം ഗ്രീക്ക് നെയിംസ് ആണ്. മെനലാവസ് എന്നിട്ട് ജെയ്സണിനേക്കാളും കൂടുതൽ കാശസ് ആൻറ്റിയോക്കസ് എപ്പിഫാനസിന് നൽകുകയും അതുകൊണ്ട് ആൻറ്റിയോക്കസ് എപ്പിഫാനസ് ആ വ്യക്തിനെ അപ്പോൾ ഹൈ പ്രീസ്റ്റ് ആക്കുകയാണ്. കാരണം അയാൾക്ക് കാശ് ആവശ്യമുണ്ട് ഈ റോമ സാമ്രാജ്യത്തിന് തിരിച്ചു നൽകുവാൻ വേണ്ടിയിട്ട്. മഹാപുരോഹിതൻ്റെ ആ ഒരു സ്ഥാനം ഇപ്പോൾ ഒരു ലേലത്തിൻ്റെ അവസ്ഥയിലേക്ക് മാറിക്കഴിഞ്ഞിരുന്നു. പിന്നെ സംഭവിച്ച ഏറ്റവും വലിയൊരു ടേണിംഗ് പോയിന്റ് ഈ ഒരു 400 വർഷത്തിൽ 168 BC-യിൽ ആൻറ്റിയോക്കസ് എപ്പിഫാനസ് തീരുമാനിക്കുകയാണ്, ഞാൻ പോയി ഈജിപ്തിനെ തോൽപ്പിച്ച് ടോളമീസിനെ നശിപ്പിച്ച് അതിനെയും കീഴടക്കാൻ വേണ്ടി പോവുകയാണ്. ഈ ഒരു സ്വപ്നം കണ്ട് അയാൾ ഈജിപ്തിലേക്ക് പോകുമ്പോഴേക്കും അവിടെ റോമ സെനറ്റിൻ്റെ ഒരു അംബാസഡർ അവിടെ വരികയുണ്ടായി, പോപ്പുലസ് ലേനസ് എന്ന് പറഞ്ഞൊരു വ്യക്തി. ആ വ്യക്തി വന്നിട്ട് പറയുകയാണ് ആൻറ്റിയോക്കസ് എപ്പിഫാനസിനോട്, നീ തിരിച്ചു പോ, ഈജിപ്തിനെ വെറുതെ വിടുക എന്ന് പറയും. ആൻറ്റിയോക്കസ് എപ്പിഫാനസ് പറയും, എനിക്കൊന്ന് ആലോചിക്കണം, എനിക്ക് പെട്ടെന്ന് അങ്ങനെ പോകാൻ സാധിക്കില്ല. അപ്പോൾ അയാളൊരു ചെറിയൊരു കാര്യം ചെയ്യും, അയാളുടെ വടിയെടുത്ത് ആൻറ്റിയോക്കസ് എപ്പിഫാനസ് നിൽക്കുന്നതിന് ചുറ്റും ഒരു വട്ടം വരയ്ക്കുകയും ചെയ്യും. പറയും, നീ ആലോചിച്ചോ, പക്ഷേ നീ ഈ വട്ടത്തിൽ നിന്ന് പുറത്തിറങ്ങുന്നതിന് മുമ്പേ എനിക്കൊരു തീരുമാനം തരണം. നീ തോറ്റു പിന്മാറുകയാണെങ്കിൽ കുഴപ്പമില്ല, പക്ഷേ നീ കീഴടക്കാൻ വേണ്ടി നിൽക്കുകയാണെങ്കിൽ നീ റോമ സാമ്രാജ്യമായിട്ട് യുദ്ധത്തിന് ഏറ്റെടുക്കുന്നു എന്നുള്ള രീതിയിൽ ഇതിനെ കണക്കാക്കപ്പെടുമെന്ന് പറയുകയും ആൻറ്റിയോക്കസ് എപ്പിഫാനസ് തോൽവി അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് തിരിച്ചു പോവുകയും ഭയങ്കര ഒരു നാണക്കേടായിരുന്നു ആൻറ്റിയോക്കസ് എപ്പിഫാനസിന് 168 BC-യിൽ.
ഈജിപ്തിൽ നിന്ന് തിരിച്ചു മടങ്ങുകയായിരുന്നു അദ്ദേഹം. സിറിയയിലേക്ക്, അദ്ദേഹത്തിൻ്റെ രാജ്യമായ സിറിയയിലേക്ക് പോവുകയായിരുന്നു. ഓൺ ദ വേയിലാണ് ജെറുസലേം. അദ്ദേഹത്തിൻ്റെ അപ്പം ഉണ്ടായിരുന്ന ആ ഒരു ഫ്രസ്ട്രേഷനും ആങ്സൈറ്റിയിലും ദേഷ്യത്തിലും അദ്ദേഹം പിന്നെ ഒരു വലിയൊരു ഒരു ഒരു നശിച്ചൊരു കാര്യം ചെയ്തു. അത് ആക്ച്വലി യഹൂദ ജനത്തിന് ഭയങ്കരമായിട്ട് ട്രോമ ഉണ്ടാക്കിയൊരു കാര്യമായിരുന്നു. ഇതുകൊണ്ടാണ് അയാളെ പിന്നെ ഭ്രാന്തൻ എന്ന് വിളിക്കുകയും ചെയ്തിരുന്നത്. ഇവിടെ എന്താ സംഭവിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ തിരിച്ചു പോകുന്ന വഴിയിൽ അവൻ യെരുശലേമിലേക്ക് വന്ന് തൻ്റെ ദേഷ്യം തീർക്കുകയാണ്. 167 BC അവൻ ദേവാലയത്തിൻ്റെ അടുത്തേക്ക് വന്നിട്ട് സിയൂസിൻ്റെ ഒരു ബലിപീഠം സ്ഥാപിക്കുകയുണ്ടായി, ഒരു പ്രതിമയെ സ്ഥാപിക്കുകയുണ്ടായി. അവിടെ ജീവനുള്ള ദൈവത്തിൻ്റെ ബലിപീഠത്തിൽ ഒരു പന്നിയെ ബലി കൊടുക്കുകയുണ്ടായി. ബലിപീഠം വിശുദ്ധമായ ഒരു സ്ഥലമായിരുന്നു. അവിടെ വന്നൊരു അശുദ്ധ മൃഗത്തിനെ ബലിപീഠം നൽകി. യഹൂദർ ഇതിനെ വിശ്വസിച്ചിരുന്നത് ഡാനിയൽ പ്രവചനത്തിൽ പറയുന്ന മുൻകൂട്ടി പറയുന്ന ശൂന്യമായ മ്ലേച്ഛത ഈ ഒരു കാര്യമായിരുന്നു എന്നാണ് അവർ വിശ്വസിക്കുന്നത്. അവൻ വന്ന് ശബദ് മാറ്റാൻ ശ്രമിച്ചു, സർക്കംസിഷൻ മാറ്റാൻ ശ്രമിച്ചു. ഇതെല്ലാം മാറ്റുകയുണ്ടായി. സർക്കംസിഷനും വേദപുസ്തകം പഠിക്കുന്നത് എല്ലാം നിർത്തണം, ഇനി ഇതൊന്നും ചെയ്യാൻ പാടില്ല എന്നുള്ള ദേഷ്യത്തിലായി മാറി. ജനം അതിനുവേണ്ടി ഇഷ്ടം പോലെ പേര് മരിച്ചു. ഈ ഒരു തിരിച്ചു വരവിൽ തന്നെ ഈജിപ്തിൽ നിന്ന് തിരിച്ചു പോയ സമയത്ത് 3 ദിവസം കൊണ്ട് അയാൾ ഏകദേശം 80,000 പേരെ നശിപ്പിച്ചു എന്നാണ് പറയുന്നത്. ചില കണക്കുകൾ പറയുന്നത് 40,000 പേരെ കൊല്ലുകയും 40,000 പേര് അയാളുടെ സൈന്യത്തിൽ ചേരുകയും ചെയ്തു എന്നുള്ളത്. എന്താണെന്ന് കൃത്യമായി നമുക്കറിയത്തില്ല. പക്ഷെ ഇഷ്ടം പോലെ പേര് മരിക്കുകയുണ്ടായി. അവിടെയും ഒരു കഥയുണ്ട്. മാക്കബീർ എന്ന് പറഞ്ഞ പുസ്തകത്തിൽ ഒരു കഥയുണ്ട്. അവിടെ ഒരു അമ്മയും 7 മക്കളെയും ദേവാലയത്തിൽ വിളിച്ച് വിശുദ്ധമല്ലാത്ത മാംസം കഴിക്കുവാൻ വേണ്ടി പ്രചോദിപ്പിക്കുകയാണ്. അതിൽ ഓരോരുത്തരായിട്ട് മൂത്ത മകനെ വിളിക്കും. മൂത്ത മകൻ കഴിക്കില്ല എന്ന് പറയുമ്പോഴേക്കും മൂത്ത മകനെ കൊന്നുകളയും. അതിനുശേഷം രണ്ടാമത്തെ മകനെ വിളിച്ച്, അവിടെ മൂത്ത മകൻ്റെ ഡെഡ് ബോഡി ഉണ്ട്, അമ്മയും അപ്പുറത്തിരിപ്പുണ്ട്, അവനോടും ചോദിക്കും ഇത് കഴിക്കാൻ. അവനും അത് റിഫ്യൂസ് ചെയ്യും. അങ്ങനെ 7 പേരും മാറി മാറി വന്ന് എല്ലാവരും അവരുടെ സഹോദരൻ്റെ ഡെഡ് ബോഡി അടുത്ത് കാണുവാണ്. എന്നിട്ടും അവർ ഡിനൈ ചെയ്യുകയാണ്, നമ്മളിത് കഴിക്കില്ല. അവസാനം അമ്മയോടും ഇത് ചെയ്യാൻ പറയാം, അമ്മയും അത് കഴിക്കില്ല. 7 മക്കൾ, 7 റെഫ്യൂസൽ. അമ്മയും റെഫ്യൂസ് ചെയ്തു. 400 വർഷത്തെ ആ ഒരു സൈലൻസിൽ വിശ്വസ്തനായിരിക്കുന്നത് ഒരു വലിയ വിലയായിരുന്നു യഹൂദ ജനത്തിനപ്പം. പക്ഷെ ആ ക്രൂരത കെടുത്താനാവാത്ത ഒരു തീ കത്തിച്ചു. അത് തുടങ്ങിയത് മുദീൻ എന്ന് പറഞ്ഞൊരു ചെറിയ ഗ്രാമത്തിലാണ്. രാജാവ് തൻ്റെ ഒരു സൈനികനെ അവിടെ അയക്കുകയും ഒരു ബലിപീഠം സ്ഥാപിക്കുകയും ചെയ്തു. അവിടെ മാത്രമല്ല, എല്ലാ സ്ഥലത്തേക്കും അയച്ചിരുന്നു. അവിടെ ഒരു അശുദ്ധ അനിമലിനെ സാക്രിഫൈസ് ചെയ്യാൻ ആവശ്യപ്പെടുകയും ചെയ്യുകയുണ്ടായി. അവിടുത്തെ ബഹുമാന്യനായ മറ്റത്തായസിനോടാണ് ഇത് പറയുന്നത്. അവിടുത്തെ പുരോഹിതനായിരുന്നു. അദ്ദേഹം അത് ചെയ്യുകയാണെങ്കിൽ അദ്ദേഹത്തിന് വെള്ളിയും സ്വർണവും, ആദ്യം ചെയ്യുന്ന വ്യക്തിക്ക് വെള്ളിയും സ്വർണവും എല്ലാം വാഗ്ദാനം ചെയ്തു. പക്ഷെ മറ്റത്തായസ് ഒരു വിശ്വസ്തനായ ഒരു പുരോഹിതനായിരുന്നു, മഹാപുരോഹിതനല്ല. അദ്ദേഹം മറുപടി പറഞ്ഞത്, എല്ലാ നേഷൻസ്, എല്ലാ രാജ്യങ്ങളും, എല്ലാ രാജാവും അനുസരിച്ചാലും ഞാനും എൻ്റെ മക്കളും എൻ്റെ സഹോദരന്മാരും ഞങ്ങളുടെ പിതാക്കന്മാരുടെ ഉടമ്പടി മാത്രമേ അനുസരിക്കത്തുള്ളൂ. നമ്മൾ ഒരിക്കലും ഇവിടെ വന്ന് ഇതിനെ ഒരു പന്നിയെ, ഒരു അശുദ്ധ അനിമലിനെ സാക്രിഫൈസ് ചെയ്യില്ല എന്ന് പറയും. വേറൊരു യഹൂദൻ അപ്പോൾ സാക്രിഫൈസ് ചെയ്യാം എന്ന് പറഞ്ഞ് മുന്നോട്ട് വരികയാണ്. ആ വൃദ്ധ പുരോഹിതൻ മറ്റത്തായസ് ഇത് കേട്ട് എന്തോ ഒന്ന് സ്പാർക്ക് ചെയ്ത് ഭയങ്കര ദേഷ്യമായി. അവൻ വന്ന് ആ യഹൂദനെ ആ ബലിപീഠത്തിൽ കൊല്ലുകയും അതിനുശേഷം ആ രാജാവിൻ്റെ സൈനികനെ കൊല്ലുകയും ആ ബലിപീഠത്തിൽ തന്നെ ആ ബലിപീഠം അതിനുശേഷം തകർത്ത് കളയുകയും ഉറക്കെ വിളിച്ചു പറയുകയും ചെയ്തു, ദൈവത്തിൻ്റെ കൽപ്പനകളും ദൈവത്തോടും തീക്ഷ്ണതയുള്ളവർ എൻ്റെ കൂടെ നിൽക്കുക എന്ന് പറഞ്ഞ്, എൻ്റെ കൂടെ വരിക എന്ന് പറഞ്ഞ് അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ മക്കളും സഹോദരങ്ങളും അവിടെ നിന്ന് സ്ഥലം മാറി മലകളിലേക്ക്, ഒളിവിലേക്ക് പോകുകയാണ്. അവിടെ ഒരു വലിയൊരു വിപ്ലവ സംഘം ജനിക്കുകയാണ്. ഈ യവന രാജാവ് ആന്റിയോക്കസ് എപ്പിഫാനസിനെതിരെ ഫൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു വിപ്ലവം അവിടെ ആരംഭിക്കാൻ പോകുന്നു. പക്ഷേ മറ്റത്തായസ് ഒരു വൃദ്ധനായിരുന്നു. 166 BC അദ്ദേഹം മരിക്കുകയുണ്ടായി. പക്ഷെ മരണക്കിടക്കയിൽ വെച്ച് അദ്ദേഹത്തിൻ്റെ 5 മക്കളുണ്ട്. അതിൽ നടുവിലെ മകനായ ജൂഡാസിനെ നീയാണ് ഇനി അങ്ങോട്ടേക്ക് കമാൻഡർ ആകാൻ പോകുന്നത് എന്ന് ഏൽപ്പിക്കുകയും. ജൂഡാസ് ഭയങ്കര ഒരു ഇൻ്റലിജൻ്റ് ആയിട്ടുള്ളൊരു വ്യക്തിയായിരുന്നു. ജനം അദ്ദേഹത്തിനെ മാക്കബിയസ് എന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത്. മാക്കബിയസ് എന്ന് പറഞ്ഞ ഒരു എബ്രായ പദമാണ്. അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ഹാമർ, ചുറ്റിക എന്നാണ്. ഈ ജൂഡസ് ഗൊറില്ല വാർഫെയറിൽ ഭയങ്കരമായിട്ട് കഴിവുള്ള വ്യക്തിയായിരുന്നു.
അദ്ദേഹത്തിന് വലിയ സൈന്യങ്ങളില്ലായിരുന്നു, കർഷകരായിരുന്നു, പിന്നെ മലകളായിരുന്നു അയാളുടെ സഹായം. സെലൂസിഡ് രാജാവ് ആന്റിയോക്കസ് എപ്പിഫാനസ് പിന്നെ ഒരു ചെറിയൊരു പടയെ അങ്ങോട്ടേക്ക് അയക്കുകയാണ് ഇയാളെ പിടിക്കുവാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഈ ഒരു ഫാമിലിനെ പിടിച്ച് നശിപ്പിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ ജൂഡസ് മാക്കബിയസ് ഭയങ്കര സ്മാർട്ട് ആയതുകൊണ്ട് ഈ ഗറില്ല വാർഫെയറിലൂടെ ആ സൈന്യത്തിനെ നശിപ്പിക്കുന്നു. അതിനുശേഷം അവരൊരു വലിയ സൈന്യത്തിനെ അയക്കും, ആനകളും എല്ലാമായിട്ട് അയക്കും. അതിനെയും മാക്കബിയസ് നശിപ്പിക്കുകയുണ്ടായി. അദ്ദേഹം ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു ലീഡറായി മാറുകയാണ്, ജൂഡസ് മാക്കബിയസ് ദ ഹാമർ. ആ സമയത്തുള്ള ആ സാമ്രാജ്യത്തിനെ അദ്ദേഹം നശിപ്പിക്കുകയും 164 BC ജൂഡസ് മാക്കബിയസ് യെരുസലേമിലേക്ക് തിരിച്ചു വരികയാണ്. അദ്ദേഹം നേരെ ദേവാലയത്തിലേക്ക് പോകുകയും അദ്ദേഹം അവിടെ കണ്ട കാഴ്ച ഭയങ്കര വിഷമിക്കുന്നതായിരുന്നു അദ്ദേഹത്തിന് വേണ്ടിയിട്ട്. കാരണം അവിടെ യാഗപീഠം നശിപ്പിച്ചിരുന്നു, മലിനമാക്കി കളഞ്ഞിരുന്നു, ദേവാലയത്തിൻ്റെ ഗേറ്റ് കത്തിച്ചു കളഞ്ഞിരുന്നു. അവിടെ എല്ലാം കാട് കയറി, കാട്ടുചെടികൾ കയറി നശിച്ച് കിടക്കുന്നൊരവസ്ഥയായിരുന്നു. അദ്ദേഹം അതെല്ലാം ശുദ്ധമാക്കി, ആ യാഗപീഠം അയാൾ വൃത്തിയാക്കി പുതുത് പണിതു, എല്ലാ കാര്യവും ക്ലീൻ ആക്കിയിട്ട് അവർ ആ നിലവിളക്കിൽ തീ കൊളുത്തുവാൻ വേണ്ടി പോയപ്പോഴേക്കും എണ്ണ അന്വേഷിക്കുമായിരുന്നു. എണ്ണ അവർക്ക് ലഭിച്ചു, പക്ഷെ ഒരു ദിവസത്തിനുള്ള എണ്ണ അവർക്കവിടെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ എന്നാലും അവർ അത് വെച്ചിട്ട് ആ എണ്ണ നിലവിളക്കിൽ കത്തിക്കുകയും, കാരണം നിലവിളക്കിൻ്റെ തീ ഒരിക്കലും കെടാൻ പാടില്ല. പിന്നെ അവർ ഏകദേശം 8 ദിവസം എടുത്തു ഈ നിലവിളക്കിൻ്റെ തീ പുതിയ എണ്ണ ഉണ്ടാക്കുവാൻ വേണ്ടിയിട്ട്. പക്ഷെ ആ 8 ദിവസവും ഈ നിലവിളക്കിൻ്റെ തീ അണഞ്ഞു പോയില്ല. ആ ഒരു ദിവസത്തിൻ്റെ എണ്ണ വെച്ച് തന്നെ അത് 8 ദിവസം നീണ്ടുപോയി. ആ ഒരു ദിവസം അത് സംഭവിച്ചത് ചിസ്ലേവ് എന്ന മാസം 25-ാം തീയതിയാണ്. എന്നാണോ ആന്റിയോക്കസ് എപ്പിഫാനസ് 3 വർഷത്തിന് മുൻപ് ദേവാലയം നശിപ്പിച്ചത്, അതേ ദിവസം തന്നെയാണ് ജൂഡസ് മാക്കബിയസ് വന്ന് അതിനെ പുനരുദ്ധാരണം ചെയ്തിരിക്കുന്നത്, വീണ്ടും സമർപ്പിച്ചിരിക്കുന്നത്. ഈ ഒരു സമർപ്പണത്തിനെ പിന്നെ ഹോനക്ക എന്ന് പറഞ്ഞൊരു ഫെസ്റ്റിവലായിട്ട്, അല്ലെങ്കിൽ സമർപ്പണം എന്ന് പറഞ്ഞൊരു ഫെസ്റ്റിവലായിട്ട് ഇപ്പോഴും യഹൂദർ ആഘോഷിക്കുകയാണ്. അതിനെ റീഡെഡിക്കേഷൻ അല്ലെങ്കിൽ ഫെസ്റ്റിവൽ ഓഫ് ലൈറ്റ്സ് എന്ന് വിളിക്കുകയുണ്ട്. ഇത് പുതിയ നിയമത്തിൽ ഇതിനെപ്പറ്റി പറയുന്ന ഒരു ചെറിയൊരു ഭാഗമുണ്ട്. യോഹന്നാൻ്റെ പുസ്തകം 10-ാമത്തെ അധ്യായം 22-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു: അനന്തരം യെരുശലേമിൽ പ്രതിഷ്ഠോത്സവം ആചരിച്ചു. അന്ന് ശീതകാലമായിരുന്നു. ഈ പറയുന്നത് ഈ ഒരു ഫെസ്റ്റിവലിനെ പറ്റിയിട്ടാണ്. ജൂഡസ് മാക്കബിയസ് ഈ ആന്റിയോക്കസ് എപ്പിഫാനസ് നശിപ്പിച്ച ദേവാലയത്തിൽ വന്ന് വൃത്തിയാക്കി ആ തീ കൊളുത്തി 8 ദിവസം തീ നിലനിന്നത്. അതിനുശേഷം പിന്നെ അവർക്ക് എണ്ണ ഉണ്ടാക്കാൻ സമയം കിട്ടി, അവർ റീഫിൽ ചെയ്തു. ഈ ഒരു സമയത്തോടെയാണ് ആ ഒരു യവന രാജ്യത്തിനെ ഒഴിവാക്കിക്കൊണ്ടാണ് ഇവരവിടെ സ്ഥാപിതരായത്. ഈ യെരുശലേം വീണ്ടും ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരു ചെറിയൊരു നേഷനായി മാറുകയാണ്. ഇങ്ങനെ യവന രാജ്യത്തിൽ ഒരു അത്ഭുതത്തോടെയാണ് അവസാനിച്ചത്. ഒരു ചെറിയ കൂട്ടം വിശ്വസ്തർ ഒരു എംപയറിനെ, ഒരു സാമ്രാജ്യത്തിനെ ഓടിച്ച് ദൈവത്തിൻ്റെ ഭവനത്തിൽ വിളക്കുകൾ വീണ്ടും കത്തിച്ചു. പക്ഷെ പുരോഹിത വർഗത്തെ രക്ഷിക്കുവാൻ ഉയർന്നു വന്ന ആ കുടുംബം അവർ എതിർത്ത് പോരാടിയ അതേ കാര്യമായി മാറാൻ പോകുകയായിരുന്നു. പടിഞ്ഞാറ് ഒരു പുതിയ ശക്തി വരികയുണ്ടായി. ആനകളും ഹാമറുകളും ഒന്നും അതിനൊരു പ്രശ്നമേ ആയിരുന്നില്ല. റോമാ സാമ്രാജ്യം തൻ്റെ ശക്തി കൂടിക്കൂടി വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഓരോരോ ഭാഗങ്ങൾ കീഴടക്കി കൊണ്ടുവരികയായിരുന്നു. അതാണ് നമ്മൾ ഈ ഒരു വീഡിയോയുടെ 2-ാം ഭാഗത്തിൽ നമ്മൾ കാണാൻ പോകുന്നത്. എന്താണ് ഇനിയുള്ള 160 വർഷം, 150 വർഷം എന്ന് തോന്നുന്നു, 160 വർഷം എന്ത് സംഭവിച്ചു, ഇനി പുതിയ നിയമത്തിന് മുമ്പ് എന്തെല്ലാം കാര്യങ്ങളാണ് ഇനി ഉണ്ടായത് എന്നുള്ളത് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഈ വീഡിയോ എല്ലാവർക്കും ഗുണമായി എന്ന് വിശ്വസിക്കുകയാണ്. ഇതിനെ പറ്റിയിട്ടുള്ള കുറേ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. പറ്റുമെങ്കിൽ ഒരു PDF റെഡിയാക്കി വെക്കാം, നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് എന്താണ് ഓരോരോ സമയത്ത് സംഭവിച്ചത് ഒരു ബേസിക് ഡീറ്റെയിൽസ് ആയിട്ടുള്ള രീതിയിൽ നമുക്കതിനെ പറ്റിയിട്ട് നിങ്ങൾക്കൊരു ഡോക്യുമെൻ്റ് തരാവുന്നതാണ്. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. അടുത്ത വീഡിയോയിൽ നമുക്ക് ബാക്കിയുള്ളത്, ഇനി റോമ സാമ്രാജ്യവും ഈ ഒരു കുടുംബത്തിന് എന്ത് സംഭവിച്ചു എന്നുള്ളത് നമുക്ക് നോക്കാം.